ഒരിക്കലൊരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. 4 പേരും കൂടെ കാട്ടിലേക്ക് നടക്കാൻ പോയപ്പോൾ ആകാശത്ത് ഒരു കറുത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. നിന്റെ മൂത്ത മകളെ എനിക്ക് തരണം, അല്ലെങ്കിൽ സൂര്യനെ ഞാൻ അങ്ങ് എടുക്കും. രാജാവ് സൗകര്യമില്ല എന്ന് പറഞ്ഞു. കാർമേഘം സൂര്യനെ അപ്രത്യക്ഷമാക്കി. അടുത്ത ദിവസം രാജാവും മക്കളും പുറത്തു പോയപ്പോൾ കാർമേഘം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവർ സമ്മതിക്കാതിരുന്നപ്പോൾ ചന്ദ്രനെയും അപ്രത്യക്ഷമാക്കി. 3-ാമത്തെ ദിവസം നക്ഷത്രങ്ങളെയും അപ്രത്യക്ഷമാക്കി. ലോകം മുഴുവൻ ഇരുട്ടിലായി. അപ്പതേ മൂത്ത മകളുടെ ഭർത്താവ് പറഞ്ഞു, ഞാൻ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ തിരിച്ചുകൊണ്ട് കൊണ്ടുവരും. കയ്യിൽ വാളും പിടിച്ച് രാജകുമാരൻ യാത്ര തുടങ്ങി. വെള്ളി വനത്തിലൂടെ നടന്നു പോയപ്പോൾ ഒരു വെള്ളി പാലം കണ്ട് അതിൽ ദ്വാരമുണ്ടാക്കി വാളുകൊണ്ട് രാക്ഷസനെ തടഞ്ഞു. 3 തലയുള്ള രാക്ഷസനെ തോൽപ്പിച്ച് നക്ഷത്രത്തെ മോചിപ്പിച്ചു. എന്നിട്ട് നടന്നു പോയി സ്വർണ്ണവനത്തിൽ എത്തി. സ്വർണ്ണ പാലത്തിൽ ദ്വാരമുണ്ടാക്കി വാളുകൊണ്ട് രാക്ഷസനെ തടഞ്ഞു. 7 തലയുള്ള രാക്ഷസനെയും തോൽപ്പിച്ചു കളഞ്ഞു. ചന്ദ്രനെ എന്നിട്ട് മോചിപ്പിച്ചു. എന്നിട്ട് ഡയമണ്ട് വനത്തിൽ പോയി ഡയമണ്ട് പാലത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി വാളുകൊണ്ട് രാക്ഷസനെ തടഞ്ഞു. 12 തലയുള്ള രാക്ഷസനായിരുന്നു. കഷ്ടപ്പെട്ട് അതിനെയും തോൽപ്പിച്ച് സൂര്യനെ മോചിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയ മനുഷ്യൻ വന്നിട്ട് രാജകുമാരനെ വഞ്ചിച്ച് എല്ലാം മോഷ്ടിച്ചു. രാജകുമാരൻ അന്വേഷിച്ചു പോയപ്പോൾ സഹായത്തിനായി അസാധാരണമായ ശക്തികളുള്ള 2 ആളുകളെ കണ്ടു. ഒരാൾക്ക് ആരെയും മനക്കണ്ണിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, മറ്റാൾക്ക് ഒരടി വെച്ചാൽ തന്നെ എവിടേക്ക് വേണമെങ്കിലും പോകാം. അവരുടെ സഹായത്തോടെ രാജകുമാരൻ അത് കണ്ടുപിടിച്ചു. നക്ഷത്രവും സൂര്യനും ചന്ദ്രനും ഒക്കെ പഴയ പോലെ ആകാശത്ത് തെളിഞ്ഞു. രാജാവ് സന്തോഷത്തോടെ തൻ്റെ പെൺമക്കളെ അവർക്ക് അങ്ങ് കെട്ടിച്ചു കൊടുത്തു. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.